ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. നാടിന്റെ സമാധാനവും യുവതലമുറയുടെ ഭാവിയും തകർക്കുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണ സന്ദേശവുമായി അധ്യാപകനും സൈക്കിൾ സഞ്ചാരിയുമായ അഭിലാഷ് പുത്തഞ്ചേരി നടത്തുന്ന കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ലഹരി വിരുദ്ധ സൈക്കിൾ യാത്രക്ക് തിരൂരിൽ സ്വീകരണം നൽകി. കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന ലഹരി വിരുദ്ധ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് അഭിലാഷ് പുത്തഞ്ചേരി കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള സൈക്കിൾ യാത്രക്ക് തുടക്കമിട്ടത്. ലഹരിക്കെതിരെ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ ശക്തമായ ബോധവൽക്കരണം സൃഷ്ടിക്കുകയും ലഹരി വിരുദ്ധ കേരളം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം. ബാലുശ്ശേരി MLA VT സൂരജ് പുത്തഞ്ചേരിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ദുബായ് ആസ്ഥാനമായ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ ബ്ലൂമാർട്ട് ഗ്രൂപ്പിന്റെ സഹകരണത്തോടു കൂടിയാണ് സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് നഗരസഭാ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. കൽപ്പകഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ T രാജേഷ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, മുൻ നഗരസഭാ കൌൺസിലർ ഹാരിസ് VP, മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ സെക്രട്ടറി അൻവർ കള്ളിയത്ത്, ആംസ്ട്രോങ് യോഗ ക്ലബ് പ്രതിനിധി പ്രേമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൽപ്പകഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്ര അധ്യാപകനാണ് അഭിലാഷ് പുത്തഞ്ചേരി. അധ്യാപകന്റെ ദൗത്യം ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും സമൂഹത്തിന്റെ സുരക്ഷയും യുവതലമുറയുടെ ഭാവിയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ യാത്ര ഉയർത്തുന്നത്. കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്രാധ്യാപകൻ കൂടിയായ അഭിലാഷ് പുത്തഞ്ചേരി ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയായ ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു വാരിയർ കൂടിയാണ്. ഇപ്പോൾ കോഴിക്കോട് ബാലുശ്ശേരി പുത്തഞ്ചേരിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ അവസാനിക്കുന്ന ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ കവലകളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലും പോയി ഈ ലഹരിക്കെതിരെയുള്ള സന്ദേശം നൽകി ആളുകളെ ബോധവൽക്കരിക്കുന്ന ദൗത്യമാണ് ഇവർ ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിലും ഇദ്ദേഹം ഇതേപോലെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ നടന്നുകൊണ്ട് ബാലുശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് സ്കൂളുകളിലും കോളേജുകളിലും പോയി കുട്ടികളെയും ആളുകളെയും ബോധവൽക്കരിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ശ്രീലങ്ക വരെ സൈക്കിൾ യാത്ര ചെയ്ത് ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം CMനാണ് ഇത് പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. പറവൂർ എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് പരിപാടി നടത്തുന്നത്. ജനങ്ങളിലേക്ക് ഏറെക്കുറെ എല്ലാം എത്തിയിട്ടുണ്ട്. ഇനിയും അതിന് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ യുവാക്കളെന്നില്ല, കുട്ടികളെന്നില്ല, പെൺകുട്ടികളെന്നില്ല, എല്ലാ മേഖലയിലും ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു ആസക്തി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാർ ഈ ദൗത്യത്തെ അതിന് ഒരു പ്രൊമോഷൻ എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പരിപാടിയായ രമേശ് ചെന്നിത്തല വിഭാവനം ചെയ്ത ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി പ്രിയപ്പെട്ട അഭിലാഷ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഒരു സൈക്കിൾ യാത്ര ഓപ്പറേഷൻ തൂഫാൻ രാസലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ യുവാക്കളിൽ നിന്ന് മയക്കുമരുന്ന് പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അഭിലാഷ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്. വലിയൊരു സന്ദേശമാണ് സമൂഹത്തിനുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള തൂഫാൻ പരിപാടി വലിയ ജനശ്രദ്ധയും അംഗീകാരവും എനിക്ക് പറ്റിയിട്ടുണ്ട്. തൂഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അർത്ഥം തോന്നുന്നു കൊടുങ്കാറ്റ് എന്നാണ്. ആ കൊടുങ്കാറ്റായിട്ടാണ് ഈ ലഹരി മാഫിയക്കെതിരായിട്ടും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരായിട്ടും ആഞ്ഞടിച്ചുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പ് നല്ല ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത്. അതിൻ്റെ വലിയൊരു പ്രചാരകനായിട്ട് നമ്മളെ അഭിലാഷുണ്ട്. ആ അഭിലാഷിന് എല്ലാവിധ ആശംസകളും. ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളെയും ജനങ്ങളെയും ഈവൻ സ്ത്രീകളെയും അധ്യാപകരെ പോലും ബാധിച്ചിട്ടുള്ള ഏറ്റവും മാരകമായ മഹാവിപത്ത് ആണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ മയക്കുമരുന്ന്, ആ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മെത്തിലീൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്നറിയപ്പെടുന്ന MDMA പോലെയുള്ള LSD പോലെയുള്ള രാസലഹരി ഇന്ന് ഓരോ വീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ നാശത്തിന്, ആ വലിയ വിപത്തിനെ തടുക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പല മേഖലകളിലും അധ്യാപകരുൾപ്പെടെയുള്ള ആളുകളെ ഇതിന് നടപടികളിലൂടെ
അവരിലൂടെ ഇത് വിദ്യാർത്ഥികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ബ്രാൻഡ് അംബാസഡറായി അവരെ നിയമിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യമത്തിന് മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഞങ്ങൾ സ്റ്റേഡിയത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന രാവിലെ അവിടെ വരുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സപ്പോർട്ടും ഇതിനുണ്ടാവുമെന്ന് സംസാരിച്ചവരെല്ലാവരും പറഞ്ഞ് നമ്മുടെ കേരള സർക്കാരിൻ്റെ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ അഭിലാഷ് നടത്തുന്ന അതിൻ്റെ എന്താ പറയുക ഒരു ജനങ്ങളിലേക്ക് എത്തരുത് എന്നുള്ളൊരു ആശയം കൂടി ഉത്ഭവിച്ചിട്ടാണ് അദ്ദേഹം ഈ പദ്ധതി പോകുന്നത്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ആംസ്ട്രോങ്ങിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും. മീഡിയ ന്യൂസ്, തിരൂർ.